ലാ ലാ വെട്ടം തന്ന നാട്ടുകാരി നാടൻ പെണ്ണേ. അപ്പൊ നമുക്ക് ഇനി ലിച്ചി ഞങ്ങളെ അങ്കമാലി ഒന്ന് കാണിക്കും. Of course, sure, Santosh, with pleasure. അഞ്ചുനിലയുള്ള കോട്ട അഞ്ചുനിലയുള്ള കോട്ട ആനന്ദക്കോട്ടയ്ക്ക് നൊമ്പരം നട്ടക്ക് കുഞ്ചക്ക കൊയിലും കൊണ്ടോതാമ്പാട് അഞ്ചുനിലയുള്ള കോട്ട കോട്ട അഞ്ചുനിലയുള്ള കോട്ട കോട്ട ആനന്ദക്കോട്ടയ്ക്ക് അപ്പൊ അങ്കമാലി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ തന്നെ ലിച്ചിയുടെ അപ്പിയറൻസ് ഒക്കെ മാറി, വളരെ പ്രൊഫഷണൽ ആയി മാറി അല്ലേ ലിച്ചി? ഈ സുന്ദരിയല്ല, അപ്പൊ ഇത്തിരി സുന്ദരിയായിട്ടിരിക്കട്ടെ. പിന്നെ വിഷുവൊക്കെ അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. അപ്പം അങ്കമാലി ഈ നഗരം എന്ന് പറയുന്നത് ലിച്ചിയുടെ ലൈഫിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ടേണിംഗ് പോയിന്റ് തന്നൊരു നഗരമാണ് അല്ലേ? അപ്പോൾ ആ ഒരു ബന്ധം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എവിടെ നമ്മൾ എവിടെ എത്തിച്ചേർന്നാലും ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ ഒരു അങ്കമാലിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ. കാരണം ഇപ്പൊ ഈ നിൽക്കുന്ന ഹോട്ടലിന് ഫ്രണ്ടിലാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരാഴ്ചത്തോളം ക്ലാസ് ഉണ്ടാക്കി തന്നെ. അപ്പോ ആ ക്ലാസ്സിൽ ബസ് ഇറങ്ങി വന്നതും തിരിച്ചു പോണതും സംസാരിച്ചതും പിന്നെ ഷൂട്ടിങ്ങിൽ നടന്നതും ഭയങ്കര സന്തോഷം, പിന്നെ സങ്കടമൊക്കെ വരണം. കാരണം ഞങ്ങൾ ആരും വിചാരിച്ചില്ല ഞങ്ങൾ ഈ സിനിമയോട് ഞങ്ങൾ ഇങ്ങനെയാവോ അല്ലെങ്കിൽ എന്താവോ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഈ അങ്കമാലി ഡയറീസ് ഇറങ്ങുമ്പോൾ അങ്കമാലി മാത്രം ഇറക്കിയാൽ മതി, അവർ മാത്രമേ കാണുള്ളൂ കേട്ടോ, ഞങ്ങൾ ആരും കാണാൻ പറ്റില്ല എന്ന് എൻ്റെ വീട്ടിലൊരു പറഞ്ഞു. അപ്പം ഇന്നതും മുംബൈയിൽ വരുന്ന ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു എന്നോട് തന്നെ. അപ്പൊ നമുക്കിനി അങ്കമാലി കാണാം അല്ലേ? ബാ. അപ്പൊ നടന്ന് നടന്ന് പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഈ പ്ലേസിനും എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും ഉറപ്പാണ് അല്ലേ? എന്തായിരുന്നു ആ പ്രത്യേകത? ഇവിടെ വെച്ചാണ് അങ്കമാലി ഡയറീസിലെ ഫസ്റ്റ് ഷോട്ട്. അത് ഫസ്റ്റ് ഷോട്ട് ഞാനും പെപ്പയും പ്രാർത്ഥിക്കുന്ന സീനാണ്. ഓക്കെ, പ്രാർത്ഥിക്കുന്ന സീൻ. അപ്പൊ എന്താണ് ആക്ച്വലി ആദ്യം പ്രാർത്ഥിച്ചത്? എന്താണ് ആദ്യം ഞങ്ങൾ പറഞ്ഞു ഓക്കെ പള്ളി കയറി വന്ന് നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സീനാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ആക്ഷൻ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ കൈകൊപ്പി തുടങ്ങി, കണ്ണടച്ച് ഈശ്വര ഫസ്റ്റ് ഷോട്ടാണ്, നോക്കണേ ശരിയാക്കി തരണേ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ കട്ടെന്ന് പറയുമ്പോ ഞങ്ങള് നോക്കിയിട്ട് അങ്ങനെ നോക്കുന്നു, അത്രയും നോക്കുന്നു ഫസ്റ്റ് അത്രയും. അപ്പൊ ചെയ്തപ്പോ ഓക്കെ പെർഫെക്റ്റ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞു. ഓ ഇത്രയേ ഉള്ളൂ സിനിമ, അഭിനയം ഇത്ര ഈസി ആയിരുന്നു. ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ഈശ്വര ഫിലിം ശരിയാണ്, ഫിലിം സിമ്പിളാ ചെയ്യാൻ പറ്റും, ഡയലോഗിൽ പറഞ്ഞു തുടങ്ങി മനസ്സിലായി. അപ്പൊ ഇപ്പം ഫസ്റ്റ് ഷോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് മൂവി ഒരു ഹോംവർക്ക് ഇൻ ദ സെൻസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ലിച്ചി? ഹോംവർക്ക് ആയിട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ എന്നോട് കുറെ മൂവീസ് കാണാൻ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഓരോ സീനുകള്, പക്ഷെ ഞാനൊന്നും കണ്ടില്ല. ഏറ്റവും കൂടുതൽ ടഫായി തോന്നിയ ഷോട്ട് ഏതാണ്? ടഫായി തോന്നിയ ഫസ്റ്റ് ഷോട്ട് ഓഫ് കോഴ്സ് ആണല്ലേ? ഈ ഷോട്ടല്ല, അത് കഴിഞ്ഞിട്ട് ചെമ്മൻചേന്റെ വീട്ടിൽ ഫ്രണ്ടിലായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് ഷോട്ടൊക്കെ ഇതിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടുന്ന് ഷോട്ടില് ഫസ്റ്റ് ഷോട്ട് ഓക്കെ, ഫസ്റ്റ് ടേക്ക് ഓക്കെ കൂളായി. സെക്കൻഡ് ഒക്കെ ഒന്നും കൂടെ എടുക്കാം, ഇതുപോലെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും നോക്കി. അപ്പൊ ഞാൻ ചുറ്റും നോക്കുക, അപ്പൊ നോക്കിയപ്പോ ജനലിൽ നിന്നും മോളിൽ നിന്നും താഴെ കുറെ ആൾക്കാർ തല. അപ്പൊ ഒരു ടെൻഷൻ വന്നു തുടങ്ങി, ടെൻഷൻ. അപ്പൊ അത് കൊറേ റിപ്പീറ്റ് അവസാനം ഫസ്റ്റ് ഷോട്ട് തന്നെ എടുത്തെന്ന് തോന്നുന്നു എനിക്കറിയാം. കാരണം ഭയങ്കര നെർവസ് ആയി. കുറെ നാൾക്ക് മുമ്പ് ഞാനും അവരുടെ കൂടെ ഇരുന്ന് ഒരു ഷോട്ട് കാണുന്നത്, ഇന്ന് ഞാൻ അവർ നിൽക്കുന്നവരെ നോക്കുമ്പോ പിന്നൊന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ ലിജു സാർ അത് എടുത്ത് മോൾഡ് ചെയ്ത് എല്ലാരും ഒക്കെ. അടി തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ചാമം തീർന്നടി തീയമ്മേ. തമരടിക്കണ കാലമായടി തീയമ്മേ കാശിന്റെ ചാമം തീർന്നടി തീയമ്മേ. തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ചാമം തീർന്നടി തീയമ്മേ. വലിയ കാര്യം എല്ലാം മീഡിയക്കാർക്ക് ഞാൻ ഉണ്ടായില്ല.
ചായയില് മധുരമില്ല വെള്ളത്തിന് ചൂടുമില്ല. ഞാൻ ഇവിടുത്തുകാരല്ലേ ബോംബുണ്ടാക്കുന്ന അങ്കമാലി തോട്ടുണ്ടാക്കണ കുഞ്ഞുട്ടിയാണ്. സിനോജ് എന്നാണ് പേര്. ഞാൻ സത്യം പറഞ്ഞാലേ ഈ സമയത്ത് മാർക്കറ്റിൽ പോയതാണ്. കറക്റ്റ് സമയത്ത് നോക്കി ലിച്ചിനെ കണ്ടു. ലിച്ചിയെ പോലെ തോന്നി. ഇപ്പൊ ലിച്ചി നേരത്തെ ഇവിടെ വരുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് നോക്കി ലിച്ചി നമ്മളുടെ എന്താ പരിപാടി? ചെറിയ മാതൃമയുടെ ഇന്റർവ്യൂ അവിടെ ക്യാമറ സ്റ്റാറല്ല. എടാ ഒരു മിനിറ്റ് വേഗം വെക്കും. നമ്മുടെ അനിയന്മാരാണ്. ഉള്ള ആൾക്കാരെന്ന് മാത്രമല്ല അവർക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് മാത്രം നമ്മുടെ സിനിമക്കാരാണെന്ന് അറിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഭയങ്കര കാര്യമില്ല. പിന്നെ ഇവിടെ അവരുടെ ഇൻഡിവിജ്വൽ ഫ്രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നണില്ല. പിന്നെ പണ്ടത്തേക്കാളും കുറെ ഒരു 100 പേര് ഉള്ള കൂട്ടത്തിൽ ഒരു 10 പേര് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഒരു സന്തോഷമാണ്. അതാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ ഫിലിമിലെ ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കില്ലേ. ഇതായത് എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു വീട്ടിലെ ഒരു 43 ദിവസം കൊണ്ടേ നമ്മൾ 10-15 വർഷത്തെ കമ്പനിയുള്ള പോലെ ആൺപിള്ളേരായാലും ലിച്ചി ആയാലും ശ്രുതി ആയാലും അമൃത ആയാലും ഭയങ്കര അനുഭവമാണ്. പോരാത്തിന് ലിച്ചോബായുടെ കൂടെ ഒരു പടം ചെയ്താൽ ഇനി 10 പടം സിമ്പിളായിട്ട് ചെയ്യാന്നുള്ള വിശ്വാസം മനസ്സിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിയില്ല. ഇപ്പൊ ലിച്ചി തന്നെ അങ്കമാലിയിൽ നിങ്ങളുടെ ഓരോ ഷോട്ടും ചെയ്ത സ്ഥലങ്ങളെല്ലാം കാണിച്ചോണ്ടിരിക്കുന്നു. കള്ള് കുടിച്ച് ബോധമില്ലാതെ ലിച്ചി അടിപൊളിയായിട്ട് ലിച്ചി കാണിച്ചോടില്ലേ? ഞാൻ വന്നിട്ടുണ്ടോ? നമ്മൾ ചേട്ടൻ വന്നിട്ട് നമ്മുടെ മാതൃഭൂമി പ്രേക്ഷകർക്ക് വിഷസ് പറയാമോ ചേട്ടാ? ഓക്കെ എല്ലാവർക്കും വിഷുവിന്റെയും ഈസ്റ്ററിന്റെയും ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ സിനിമ നടനായിട്ടുള്ള ആദ്യത്തെ വിഷു ഈസ്റ്ററൊക്കെ. അപ്പം മനസ്സ് നിറച്ച് എല്ലാവർക്കും വിശ്വസ് പറയാം കേട്ടോ. വെട്ടം തന്ന നാട്ടുകാരി നാടൻ പെണ്ണേ